എന്താ രുചി എന്നെ അയ്യോ തൊട്ടി കുളിക്കൂല പോലും. ഇതാണ് ലിബിൻ, ഇതാണ് ലിബിൻ. ഓ ഗായ്സ് നോക്കൂ, എനിക്ക് ഒരു കൈസാ തൊട്ടി, ഒരു കൈസാ കൊടുക്കാം. തൊട്ട് കൈസാ സത്യം പറഞ്ഞ എന്തൊക്കെയാ കടിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതന്നെ നോക്കൂ. നമ്മൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു പരിപാടിയാണ്. അതിന് മുമ്പേ ഒന്നാമത്തെ കാര്യം എടുത്തു പറയാണ്, അതായത് ഓൾ ഇന്ത്യ കോഴി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഇവിടെ അവൻ്റെ കോഴീനെ കൊണ്ടുവന്ന് നിൽപ്പുണ്ട്. ഒരു അല്ലേ, എത്ര വർഷമായിട്ട് അട വെക്കുന്ന സാറേ? 4 വർഷമായിട്ട് അട വെക്കുന്ന കോഴിയാണ്. ഓ ഗൈസ് നോക്കിയേ, ആ കോഴീനെ കൊണ്ടുള്ള സർക്കസ് ആട്ടോ കാണിച്ചോണ്ടിരിക്കണം. അവൻ്റെ കോഴിയിലുള്ള ആ സന്തോഷമാണ് കാണിക്കാൻ പോണേ. ഓ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയാമോ? എന്താ? നമ്മൾ ചാണകത്തിൽ ചാടാൻ വേണ്ടി പോവാ. ഓ ഗൈസ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ചാണകക്കുഴിയിൽ ചാടണം എന്നുള്ളത്. ആ പൂതി ഇന്ന് തീർക്കുകയാണ്. അതായത് ഇന്ന് നമ്മൾ പോകുന്നത് എവിടെയാ? ചാണകക്കുഴിയിൽ അല്ലേ? ഓ ഗൈസ്, നമ്മൾ ഇന്ന് പ്രസാദ് സാറിൻ്റെ വീട്ടിലാണുള്ളത്. പ്രസാദ് സാറിൻ്റെ വീട്ടിലാണ് ഞങ്ങളുടെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ചാണകക്കുഴിയുള്ള. അപ്പോൾ പ്രസാദ് സാറിൻ്റെ കൊത്തിപ്പിക്കലാവേ. ഓ ഗൈസ്, നമ്മൾ ഇന്ന് പ്രസാദ് സാറിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചാണകക്കുഴിയിൽ നമ്മൾ ചാടാൻ പോകാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലേ? ഓ ഗൈസ് നോക്കൂ, അതേ സമയത്ത് തന്നെ നമ്മുടെ വേറൊരു ചേട്ടൻ വന്നിട്ടുണ്ട്. എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു ചാണകക്കുഴി ചാടാൻ വേണ്ടി പോകാൻ നേരത്ത് പുള്ളിക്കാരൻ ഞങ്ങളെടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങളുടെ പല്ലുവേദന അതുപോലെ തന്നെ എന്തൊക്കെ ചേട്ടൻ പറ ചേട്ടൻ പറ. മാസ്ക് മാറ്റേ പറ. പല്ലുവേദനയ്ക്കുള്ള മരുന്ന്. ചേട്ടൻ്റെ പേരെന്നാ? സുബ്രഹ്മണ്യം എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ ഞങ്ങളോട് ഇങ്ങനെ ഞങ്ങളവിടെ ചാണകക്കുഴിയൊക്കെ നോക്കാൻ വേണ്ടി പോയപ്പോൾ ചാണകമുള്ള ചാണകക്കുഴിയും കാര്യങ്ങളും നോക്കാൻ വേണ്ടി പോകുന്ന നേരത്ത് പുള്ളിക്കാരൻ പറഞ്ഞു പല്ലുവേദനയ്ക്കും അതുപോലെ തന്നെ വേറെ എന്നായിരുന്നു, പൊള്ളൽ, അങ്ങനെയുള്ള സംഭവത്തിന് മുടിയുടെ മരുന്നുണ്ട്. പക്ഷെ ചേട്ടൻ മുടി എന്നാലും മുടിയുടെ മരുന്നുണ്ട്, അല്ലേ? അപ്പം അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടിനും പല്ലിന് പ്രശ്നമുണ്ട്. അപ്പം ഒരു മരുന്ന് അത് വായിൽ ഒഴിച്ചിട്ട് എത്ര മിനിറ്റാ? 10 മിനിറ്റിനുള്ളിൽ. 10 മിനിറ്റിനുള്ളിൽ പഴുപ്പും വേദനയെല്ലാം പോവും. മരുന്ന് കൊണ്ടുണ്ടോ? എടേ കമാൻ. ഇപ്പം തന്നെ സ്പോട്ട് ടെസ്റ്റ് ആട്ടോ. ഒന്ന് ചേട്ടൻ്റെ കമ്പനി ഇന്ന് വളരും, അല്ലെ ഇന്ന് തളരും. സാധാരണ അഭിപ്രായം അല്ലേ? ഇതെങ്ങനെ? അല്ല ചേട്ടൻ പറഞ്ഞു എന്തോരം ഒഴിക്കണം? കുറച്ച് ഒഴിക്കുക, അല്പം ഇങ്ങനെ കുളുക്കൂത്തുക. എന്നിട്ട് അല്പം ഇറങ്ങിയാലും വെച്ച് ഒരു 10 മിനിറ്റ് അനങ്ങാതിരിക്കണം. 10 മിനിറ്റ് അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ പഴുപ്പോടുകൂടി അല്ല നീ കളിയാക്കണ്ട ചേട്ടന്. അല്ല നീ കളിയാക്കരുത് ചേട്ടന്. ഇത് വിജയിച്ചാലോ? ആയിക്കോട്ടെ ചേട്ടാ. ചേട്ടൻ ഒഴിച്ചാ വെള്ളത്തിൽ വരുമ്പോൾ മൂടിക്കും. പുറകിലേക്ക് പരീക്ഷ. ഇഷ്ടം പോലെ ഒരു കുഴപ്പമില്ല. അത് കയ്യിൽ അങ്ങനെ എടുത്ത പോരാ. ഞാനിവിടെ വയ്ക്കാം. ഇതാണ് നെറുക നമ്മുടെ. വേണോ? എനിക്കറിയാം. പഴുപ്പുണ്ടായിരുന്നു. ഇത് പഴുപ്പാ? ഇപ്പം നോക്കിയാൽ നിങ്ങൾ നേരത്തെ വ്യത്യാസം ഉണ്ടാകും. വായിക്കും അല്പം കഴിയുമ്പം വായിൽ വെള്ളം ഒഴിച്ച് കളഞ്ഞാൽ മതി. ഇതിപ്പം പഴുപ്പാണ് ചേട്ടൻ പറയണേ? കാണുന്ന പഴുപ്പുണ്ട് അല്ലേ? അപ്പം ചേട്ടൻ്റെ മരുന്ന്
ഉപപ്രദമെന്നാണ് പറയണേ. എന്തായാലും കുടിച്ച പോലെയല്ല സാധനം വന്നാക്കണേ. ഓ ഗൈസ്, ചാണകത്തിൽ ചാടാൻ പോയ ഞങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്കാണ് അപ്രതീക്ഷിതമായിട്ടാണ് ചേട്ടനെ കണ്ടുമുട്ടണേ. നിങ്ങൾക്ക് പല്ല് നേരത്തെ ഇങ്ങനെ പല്ല് കൂട്ടിക്കടിക്കാൻ പറ്റൂല്ലെങ്കിൽ ഇപ്പം കടിക്കാം. ഉണ്ടെന്ന് ഗൈസ്, ഞാൻ തെളിവ് സഹിതം കാണിക്കാം. എനിക്ക് പല്ലില്ല, ഹായതാണ്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞപ്പോഴാണ് സംഭവം നോക്കി, സംഭവം എന്തെങ്കിലും ഓക്കെയാണ്. പുള്ളി എടുത്ത് പൊള്ളലിനുള്ളതും അതുപോലെ തന്നെ ഈ സംഭവത്തിനുള്ള മരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ്റെ നമ്പർ വീഡിയോ ഇട്ടാക്കാം. പുള്ളി നിങ്ങളുടെ കൊട്ടകൾ നിറയട്ടെ, 100 ലിറ്ററെങ്കിലും നിങ്ങൾക്ക് വാറ്റാൻ പറ്റട്ടെ, രക്ഷപ്പെടൂ. ഓ ഗൈസ്, ആവശ്യക്കാർ സോറി വാറ്റായി പോയി. ഓ ഗൈസ്, പുള്ളിക്കാരനോട് ആവശ്യമുള്ള മേടിക്കുക. സംഭവം ഉപകരണം തോന്നുന്നു. കാരണം നമ്മുടെ വിഷയം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇപ്പം ഈ ചാണകക്കുളത്തിൽ ചാടണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. വയസ്സായ അപ്പച്ചനെ പോലും വിടൂല കേട്ടോ. നോക്കിയേ, ഇനിയിപ്പോൾ ഒരു സാരി ചുറ്റിയ കൊമ്പാണെങ്കിൽ അതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഓ ഗൈസ്, എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എത്ര കേട്ടോ, 100 ml 100 ml 150 കേട്ടോ പുള്ളിക്കാരൻ്റെ പ്രൈസ്. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. പൊള്ളലിനും പിന്നെ ഇതുപോലെയുള്ള സംഭവത്തിനൊക്കെ ഉള്ള നാടൻ മരുന്നാണ് പുള്ളിക്കാരൻ്റെ. ആവശ്യക്കാർക്ക് മേടിക്കാം അല്ലേ? ഓ ഗൈസ്, എനിക്കും ചെറിയ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു. കാരണം പെയിനും കാര്യങ്ങളൊക്കെ കുറവുണ്ട്. ഇതന്നെ നാടൻ സെറ്റപ്പാ. വാഴയിലാണ്. വാഴയില കൊണ്ട് പല്ല് തേക്കുക. പല്ല് നല്ല കളർ വരും. എൻ്റെ ഇത്രയും പ്രായമുള്ള പല്ല് ഇതുവരെ ഇത്രയും നിറമുണ്ട്. ഞാൻ തേച്ചിട്ട് മാസങ്ങളായി. ഞങ്ങളും ചേട്ടനെ പോലെ തന്നെയാ. എന്നാലോ അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ പ്രത്യേകത പല്ല് നിറം കൂടും. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും പല്ലിയൊക്കെ ആൾക്കാരല്ലേ. സോറി, നമ്മൾ കണ്ടുമുട്ടാൻ വൈകിപ്പോയി. അതാണ് ഏറ്റവും കൂടുതൽ പറ്റിപ്പോയത്. നീ 1 മാസമല്ലേ പല്ല് വെച്ചിട്ട്? ഓ, മെർക്കുറിയൊക്കെ ഇപ്പൊ ഒരു LED ലൈറ്റ് പോലെ കേട്ടോളാം. മഞ്ഞ മാറുന്നുണ്ട്. പൈസ കൊടുക്ക്. അതെ, 150 രൂപ പക്ഷേ കൊടുത്തരാം. പ്രശ്നം കഴിഞ്ഞല്ലോ അല്ലേ? ഓ ഗൈസ്, പുതിയ സാധനം കിട്ടി. വാഴയില വെച്ച് പല്ല് വെക്കുക. പല്ല് വെളുക്കുക. കാണിച്ചാടല്ലേ ഇവനെ? സംഭവം ശരിയാട്ടോ. വെളുത്തു കേട്ടാ. നിന്റെ കുടുംബം വെളുത്തു. എന്റെ അല്ല, സാറിന്റെ വെളുക്കുന്നേ. അവനെ തേക്കണം കേട്ടാ. ഇതാണ് 100 ഇതിന്റെ. ചേട്ടാ, ഈ കറുപ്പ് മാറാൻ എന്തെങ്കിലും മരുന്നുണ്ടോ വെളുക്കാൻ വേണ്ടി? മുഖത്ത് എവിടെയെങ്കിലും കറുത്ത പാടുകളുണ്ടെങ്കിൽ ഇങ്ങനെ വട്ടത്തിൽ ചില കൂടെല്ലാം കറുത്ത അതിന് കരിമലും നെല്ലെന്നാണ് പറയപ്പെടുന്നത്. അത് നിങ്ങൾ ഈ ഇതില്ല, മല്ലിയില കയ്യിലെടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ശരിക്കും തേച്ച് കൊടുക്കും. മല്ലിയില എന്നാലും മാറും. മല്ലിയില വെച്ചാലും മാറുമോ? കയ്യാ അല്ലേ? ഈ ചകിരിത്തല മാറാൻ വേണ്ടിയോ? ചകിരിത്തല തൊട്ടി. ഇവനെ തൊട്ടി എന്ന് വിളിക്കും. ഒരു ഗാംഭീര്യമില്ല എന്നോട് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അവന്റെ പേര് മാറ്റി, ചകിരിത്തല തൊട്ടി. എങ്ങനെയുണ്ടല്ലോ ഇവനെ? നമ്മൾ ഇതേപോലെയുള്ള പഴയ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് കുറെ ഐഡിയാസ് കിട്ടും കേട്ടോ. ആ പല കാര്യങ്ങളിലും ഐഡിയാസ്. നമ്മൾ ആദ്യം, അതായത് എന്റെ പള്ളിയിൽ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. ആശ്വാസം കിട്ടും. ചേട്ടനാണ്, നമ്മുടെ അച്ഛന്റെ ഒക്കെ പ്രായമുണ്ട്, നമ്മൾക്ക് തമാശ പറയുന്നതാണ് അല്ലേ? നമ്മൾ യാദൃശ്യമായിട്ട് കണ്ടാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം മുടി വെട്ടി തന്ന ചേട്ടന്റെ ഫാദർ ആട്ടോ അത്. ഓ ഗൈസ്, അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ റോഡിലൊന്നും ആരുമില്ല, ഒരു മനുഷ്യൻ പോലും ഇല്ല. ഞങ്ങൾ ഈ കാണുന്ന വഴി ക്രോസ് ചെയ്ത് നേരെ, അല്ല കിഷോറേട്ടൻ്റെ അച്ഛനല്ലേ? ഗൈസ് നോക്കിയേ, ഈ കാണുന്ന വഴി ക്രോസ് ചെയ്ത് ഞങ്ങൾ ഇവിടുത്തെ തന്നെ ഏറ്റവും വലിയ ചാണകക്കുഴിയിലേക്ക് നമ്മൾ നടന്നു പോവാണ്. അതായത് നമ്മൾ നടന്നു പോകാൻ കാണുമ്പോൾ ബടബണ്ഡാരമായ ഒരു വലിയ കൊട്ടാരമാണ്. ആണോ? ഓ ഗൈസ് നോക്കിയേ, ബടബണ്ഡാരമായ ഒരു കൊട്ടാരമാണ് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ. ഇപ്പം ദൃശ്യത്തില് ഗേറ്റ് ഹൗസ് പോലെ എന്നാ? ഗേറ്റ് ഹൗസ് അല്ല. ഓ ഗൈസ് നോക്കിയേ, മണ്ഡലിൽ പൊട്ടനാണ് ഇവൻ. വേറൊരു വർഗ്ഗമാണ് മണ്ഡലിൽ പൊട്ടൻ അല്ലേ? അല്ലേ? അയ്യോട്ടോ ലിബിനെ. ഓ, വാഴക്കൊല തല വീഴുന്നത്. ചേട്ടൻ്റെ ഫോൺ നമ്പർ കൊടുക്കും. ചേട്ടൻ്റെ ഫോൺ നമ്പർ ഇന്നത്തെ വീഡിയോയുടെ അടിയിൽ കൊടുക്കും. ആവശ്യക്കാർ മേടിക്കണം. നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ഇതാട്ടോ. അതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കിയതാണ്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം ഉപയോഗിക്കുന്നതാണ്. ആണോ പ്രൊഫസറെ? ഇതിനാര് ഗ്യാരണ്ടി? ഇതിന്റെ ഗ്യാരണ്ടി സുപ്രേട്ടൻ തന്നെ അല്ലേ? നമ്മളത് ഉപയോഗിച്ച് നോക്കി. പക്ഷെ അന്നേരം നമുക്കത് കുഴപ്പമില്ലെന്ന് തോന്നി. 150 രൂപ അല്ലേ? സുപ്രേട്ടൻ നമുക്ക് 2-3 ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളൊന്നും പല്ലിയാക്കാത്ത ആൾക്കാരാണ്. 1 മാസം കൂടുമ്പോൾ
എന്നാ ലിവിനെ വാഴയില വെച്ച് കയറ്റാം. വാഴയില ലീപ്സും ഉണ്ട് അതായത് കോൺക്രീറ്റിന്റെയും ഗോതമ്പിന്റെയും ഒന്നും ഇനി ചിരി വേണ്ട. അല്ലേ നമുക്ക് വാഴയിലയുടെ ചിരി മതി. ഈ വീടിന് കുറച്ച് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ ചാണകക്കുഴി കിട്ടും. ഗായ്സ് നമ്മൾ അങ്ങനെ ചാണകക്കുഴിയുള്ള വീട്ടിലെത്തി. ഈ കാണുന്ന മാഷിന്റെ ആണ് ചാണകക്കുഴി. ആ 2 പശുവിന്റെ ചാണകം മൊത്തം ഉണ്ട് ചാണകക്കുഴി കേട്ടോ, വേറെ ആരല്ല അല്ലേ. ഗൈസ് അങ്ങനെ നമ്മൾ ചാണകക്കുഴിയിലേക്ക് പോവുകയാണ്, സഞ്ചരിക്കുകയാണ്. അവിടെ നമ്മളൊന്ന് ഇളക്കണം അല്ലേ സാറേ? ഒന്ന് ഇളക്കി സെറ്റപ്പ് ചെയ്താൽ മാത്രമേ ഇളക്കി എടുത്താൽ മാത്രമേ നമുക്ക് ആ ചാണകക്കുഴി ചാടാൻ പറ്റുള്ളൂ. ഗൈസ് നോക്കിയേ, അവർ 2 ചേച്ചിമാർ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചു മോനെ ഏത് തരത്തിലുള്ള പ്രാന്താന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ കുതിച്ച പ്രാന്താണ്. ഗൈസ് നോക്കൂ, ഈ 2 അമ്മണിമാർ ചാണകത്തിലാണ് നമ്മളിന്ന് ചാടാൻ പോണേ അല്ലേ. ആദ്യം നമ്മൾ കട്ടി കുറഞ്ഞ ചാണകത്തിൽ ചാടും, അത് നമ്മൾ കട്ടിയുള്ള ചാണകത്തിൽ ചാടാൻ പോകട്ടോ. ഗൈസ് നോക്കൂ, പശുവിൻ്റെ അകിടി പിടിച്ച് കറക്കാൻ പോകട്ടോ ലിബിൻ. ചാണകത്തിൽ വീഴുന്നു. ഇല്ലടാ ഇല്ലില്ല, ഇറങ്ങി വേണ്ട കാരണം അതിന് കറക്റ്റ് അറിയാം, കാലിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതുകൊണ്ട് തുള്ളി അല്ലടാ ചകിരിത്തൊട്ടി തന്നെ പറയാനുള്ളേ. നീ പല്ല് വെക്കുക വാഴയില വെച്ചാ അംഗം കേസാട്ടോ. ഇതേപോലത്തെ ഓരോ പിടി ചാണകത്തിലാണ് നമ്മുടെ ഇന്നത്തെ കുളി അല്ലേ. നോക്കിയേ, അതായത് നോക്കിയാൽ ചേട്ടനുള്ള സംശയം കേട്ടോ, കല്യാണം എത്രയും പെട്ടെന്ന് നടക്കാനുള്ള തന്ത്രം. മണ്ണ് കൊടുത്താണ് നമ്മള് അതിന് വഴി പറഞ്ഞു കൊടുക്കും. എങ്ങനെ എന്നാ കാട്ടിക്കൊമ്പയിലെ മണ്ണ്. കാട്ടിക്കൊമ്പയിലെ മണ്ണോ? അതുകൊണ്ട് തന്നെ കഴിഞ്ഞാൽ കല്യാണം പെട്ടെന്ന് നടക്കുമോ? ചേട്ടൻ തങ്കപ്പനല്ല പൊന്നപ്പന വന്ന് ചേട്ടൻ 5000 കൊടുത്താലും മുതല കേട്ടോ. ഇഷ്ടമുള്ള കാട്ടിക്കൊമ്പയിലെ ചാണകം കൊണ്ടുവരാൻ പറ്റുമോ? കാട്ടുപോത്തിന്റെ മണ്ണ് തന്നാൽ തേച്ചതല്ലേ. അങ്ങനെയെങ്കിൽ പിന്നെ സുഖമായിരുന്നല്ലോ, ഇഷ്ടമുള്ള പെമ്പിള്ളേരെ കെട്ടായിരുന്നു അല്ലേ. നടക്കില്ല, നടക്കുന്ന കാര്യമല്ല. ചേട്ടയുടെ പേരെന്ന് പറഞ്ഞ? എൻ്റെ പേര് സുബ്രഹ്മണ്യൻ റോക്സ് അല്ലേ. ഭയങ്കര സെറ്റപ്പാട്ടെ പുള്ളിയുടെ അടുത്ത് കുറേ സംഭവങ്ങളുണ്ട്. ട്രിക്ക് ഇനി വേറെ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? എങ്ങനെ ഇതേപോലത്തെ പൊടിക്കൈകള് ഇല്ല. പറ്റുമെങ്കിൽ എല്ലാവരും പുള്ളിയുടെ സാധനം മേടിക്കണം കേട്ടോ, കാരണം പുള്ളി ഇതുകൂടെയുള്ള അത്യാവശ്യം ആൾക്കാർ ഉപയോഗിപ്പിക്കുന്നതാണ്. ചേട്ടൻ പറ. എൻ്റെ ഫോൺ നമ്പർ 97 45 82 86 75. ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുള്ളിക്കാരൻ്റെ സാധനങ്ങൾ കിട്ടും കേട്ടോ. അവിടെ അത്യാവശ്യം ഈ ഏരിയയിലുള്ള എല്ലാവരും ഉപയോഗിക്കുന്നതാണ് പൊള്ളലിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. എനിക്ക് ചെറിയ വേദനക്കുറവുണ്ട് കേട്ടോ പല്ലിന്. ഇതുണ്ട് എൻ്റെ എല്ലാം ഉണ്ട്, എൻ്റെ വണ്ടിയിലേക്ക് ഇരിപ്പുണ്ടോ? എൻ്റെ പല്ല് നല്ല ഉറപ്പായി അല്ലേ. ചേട്ടൻ ആര് ഗ്യാരണ്ടി? ചേട്ടന് ലിബിൻ ഗ്യാരണ്ടി. ലിബിൻ ആര് ഗ്യാരണ്ടി? ഞാൻ ഗ്യാരണ്ടി. എനിക്ക് ആര് ഗ്യാരണ്ടി? നീ ഗ്യാരണ്ടി. നിനക്ക് ആര് ഗ്യാരണ്ടി? നിന്റെ ചകിരിത്തല. ഞങ്ങൾക്ക് ഈ ഒരു കുളത്തിൽ ചാടാൻ, അതായത് ഈ ചാണകക്കുഴി ചാടാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കും കേട്ടോ. അതായത് പൈപ്പിൽ വെള്ളം അടിച്ചൊന്ന് ആ സെറ്റപ്പ് ചെയ്യണം ചാടണേൽ, അല്ലെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. അല്ല, നമ്മൾ 2 രീതി ചാടും. ആദ്യം ലൂസ് ആയാലും പിന്നെ ടൈറ്റ് ആയാലും അല്ലേ. 2 സ്ഥലമുണ്ട് അല്ലേ. ആദ്യം എബിൻ അവിടെ പോയി ചാടും, രണ്ടാമത് എബിൻ അവിടെ പോയി ചാടും അല്ലേ, മൂന്നാമത് എബിൻ AKG ഹോസ്പിറ്റലിൽ അല്ലേ. എൻ്റെ ഒരു പൂതി കേട്ടോ ഇനി അത് ചാടുന്നുള്ള. എല്ലാവരും നോക്കിയിരിക്കുക കേട്ടോ. ഇല്ല, ചേച്ചിയുടെ ഫോട്ടോ എടുക്കൂല, മേക്കപ്പ് ഇല്ല, എടുക്കൂല കേട്ടോ. ഗൈസ് ആദ്യത്തെ അറ്റംപ്റ്റ് പൊളിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ കറണ്ട് അല്ലേ. പ്രസാദ് സാറ് ഞാനും ഞങ്ങൾ പിന്നെ അധ്യാപനും ശിഷ്യനും ഒരുമിച്ചാട്ടോ ചാടുന്നത്. ആദ്യം സാറ് ചാടി മാതൃക കാണിക്കും. അതിനുശേഷം ഞാൻ ചാടും. ആദ്യം നമ്മൾ കുളം റെഡിയാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ സാറ് ചാടാൻ വേണ്ടി വെള്ളം അടിക്കുന്നു, എന്തൊക്കെ അല്ലേ അല്ലേ. ഓ ഗൈസ്, നമ്മൾ ഇനിയിപ്പം ഈ പൈപ്പ് റെഡിയാക്കി അതിനകത്ത് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ എന്തായി നമ്മള് ശശി നാടൻ ഭാഷ പറയണ ഉമ്പി എന്ന് പറയും, കാരണം കറണ്ടില്ല. ഈ വീട്ടിലെ പാളിപ്പോയി കേട്ടോ, കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ ചാണകക്കുഴിയായിരുന്നു. കറണ്ട് പോയതുകൊണ്ട് ആ ഉദ്യമം പാളി. ഇനിയിപ്പോൾ പ്രസാദ് സാറിൻ്റെ അടുത്ത് ചാണകക്കുഴി പോയിട്ട് അത് ടൈറ്റ് ആണ്, അതൊന്ന് ഇളക്കി ലൂസ് ആക്കിയിട്ട് വേണം ചാടാൻ അല്ലേ. ആ ചാണകം എന്ന് വെച്ചാൽ നിന്റെ തലയ്ക്ക് പറ്റിയ ചാണോ അല്ലേ അല്ലേ. ഗൈസ് സാറേ പോട്ടെ, ബൈ. ഗൈസ് നമ്മൾ നേരത്തെ സ്ഥലത്ത് നിന്ന് നടന്ന് ആ കാണുന്ന സ്ഥലത്ത് നിന്ന് നടന്ന് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകണം. സ്ഥലം ഏതാണെന്ന് വെച്ചാൽ പ്രസാദ് സാറിൻ്റെ പഴയ വീടാണ്. ഈ കാണുന്ന റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിടിലൻ ചാണകക്കുഴി കിട്ടും. ആ ചാണകക്കുഴി ചാടുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. നിനക്ക് എന്നാ പറയാനുള്ളത്? നീയോ? നീ കാണും അല്ലേ അല്ലേ രണ്ടും കൂടെ എന്നെ ചാടിക്കാനാണോ അല്ലേ. ചാണകത്തിനൊക്കെ ഭയങ്കര പൈസയല്ലേ അല്ലേ. എനിക്ക് ചാണകത്തിൽ ചാടുന്നതാണ് ലഹരിയെങ്കിൽ ലിവിന് പശുവിനെ കറക്കുന്ന കേട്ടോ. ആ ലഹരി ലിവിനെ അകിടെ പിടിച്ച് മര്യാദയ്ക്ക് പിടിക്കണം കേട്ടോ. പശുവിൻ്റെ അകിടയിലെ അതിനെങ്ങാനും വേദനിച്ച് കഴിഞ്ഞാണ്ടല്ലോ 6 അടിക്കുമല്ലായിരിക്കും, ചില അടിച്ചിനെ മിക്സി ആക്കും. അതേ പോന്നു. ഓ ഗൈസ് നോക്കൂ, പശുവിൻ്റെ അടുത്തോട്ട് പോവാട്ടോ. ഓ എങ്ങനെണ്ടാ? ഏതാ അകിടവല്ല പിടിക്കണ നീ? സമ്മതിക്കുന്നില്ല കേട്ടോ അല്ലേ. പിന്നെ ഏതായാലും പിന്നെ പശു നീ പിടിച്ചടാ.
മാഞ്ഞേ മോനെ ഇത് ആരാന്നറിയാവോ? ആ അകടെ പിടി അകടെ പിടിയടാ അകടെ പിടി. അയ്യോ പിടിയടാ. ആ ഒന്ന് പിടിക്കട്ടെ, ഒന്ന് സമ്മതിക്കാൻ മണി മൊത്തം പണി പാടിട്ടോ. ഞാൻ എന്റെ ജീവനും കൊണ്ട് രക്ഷപ്പെടും ഇവനെ. നീ അഥവാ എന്തായാലും പറ്റിയ ചാടി അതിന്റെ മേലേക്ക് കയറിച്ചോട്ടോ. പശുവിന്റെ ഒന്നാക്കി കഴിച്ചിട്ട് സാറിനെ വിളിച്ചിട്ട് എന്താ കാര്യം ഇരിക്കണേ? ഓക്കെ മൊത്തം കേസായിട്ടാണ് സംഭവിക്കാൻ പോണേ. പിടിയടാ പിടി പശുവിനെ പിടിയടാ. എടാ പിടിയടാ. എടാ അകടെ പിടി. എടാ ആദ്യം അതിനെ മെരിക്കടാ ഇവനെ. ആദ്യം ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അതിന് പിടിക്കേ. പിടിക്കട്ടെ. ആ പിടി ആ പിടി പിടിച്ചോ. അത് ആവോ അല്ലേ? സമ്മതിക്കില്ല. ഇല്ല വേണ്ട വേണ്ട പാവണ്ടാ. ഇല്ലടാ പാവണ്ടാ കഷ്ടമുണ്ടാ. വിട്ടേരടാ. പിടിക്കണ്ടാ. കിട്ടിയോ? പശുവിനെ കിടക്കുന്ന എങ്ങനെയാ സാറേ? അങ്ങോട്ട് നിൽക്കട്ടെ. അപ്പുറം പറഞ്ഞോ? അമ്മനി അമ്മനി ഒന്ന് പിടിച്ചോട്ടെ. ഒന്ന് അല്ലേ സമ്മതിച്ചു കൊടുക്ക്. അയ്യോ ഇത് അത്ര വലിയ ഡേഞ്ചർ പശു അല്ല കേട്ടോ. വേറെ വല്ല പശുവാണ് നിന്നെ 6 അടിച്ചാണ്. പാലിമൊന്ത് വേണമെന്നാ തോന്നല്ലേ ഇവനെ അത് നിക്കണേലേ? ആ എനിക്ക് അങ്ങനെ തോന്നുന്നത്. സാറ് കിടക്കോ സാറേ? നീ അങ്ങോട്ട് അങ്ങോട്ട് സാറേ. അങ്ങോട്ട് കണ്ടോ? ഇതാണ് ഒരു ഗുരുവായാല് പിന്നെ അക്കൗണ്ടൻസി മാത്രമല്ല പശുവിനെ കിടക്കാനും പഠിപ്പിക്കണം. കണ്ടോ? ഗുരു ഇപ്പം ഗുരുവായാല് ആണോ? അതല്ലേ പിടിക്കാൻ സമ്മതിക്കാത്ത ചുണ്ടി ഒന്ന് പിടിച്ചോട്ടെ. എന്റെ പൊന്നെ ഇതിന് മര്യാദക്ക് പിടിയടാ. നീ ചാണകം കൈ പിടിക്കും ഇങ്ങനെ. അതിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്ക. ഇങ്ങനെ ഈ ചാണകം എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്ക. പിടി ഇനി പോയിട്ട്. നീ ചാണകത്തിൽ കുളിക്കൂലല്ലേ? ചൂട് നോക്കിയേ അറിയില്ലേ? ചാണകം ഒന്ന് പിടിച്ചോട്ടെ. പിടി. അതിനെ ഒന്ന് കറക്കം അല്ലേ? നീ എങ്ങനെ അറിഞ്ഞേ? നമ്മുടെ ചകിരിത്തൊട്ടിക്കിട്ട് എറിഞ്ഞോട്ടോ. വേഗം വേഗം കാണിച്ച എവിടെയാ? പാവം വന്നിട്ട് കാടി വെള്ളത്തിലോട്ടോ കാണിക്കണ. വേറെ വെള്ളമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. പാവം തൊട്ടി കുടുങ്ങി. ലിവിനെ അടിപൊളി വേണോ നോക്കിയേ. ഓ വരവാ ലേശം വായിലും പോയി അല്ലേ? നമ്മളിനി ആദ്യത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാണകത്തിൻ്റെ ഈ കുണ്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ പ്രസാദ് സാർ അത് സെറ്റപ്പ് ആക്കി എടുക്കും കേട്ടോ. അതായത് അത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം അല്ലേ സാറേ? ഗൈസ് നോക്കിയേ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ നോക്കണം കേട്ടോ. ഇതിൻ്റെ അകത്ത് പഴുതാരമുണ്ട്, പിന്നെ ചെറിയ ചെറിയ പുഴുക്കൾ പോലത്തെ സംഭവം ഉണ്ടോ അനങ്ങുന്നുണ്ടോ? ഇതിനൊക്കെ ഒന്ന് ഇളക്കി മാറ്റണം അല്ലേ? ഗൈസ് നോക്കിയേ ഒരു ആസ്പെറ്റോസ് ഇപ്പം പൊട്ടിയാൻ കേട്ടോ. നല്ല പശുച്ചാണോ കേട്ടോ നോക്കിയേ. ഇതിന്റെ പാല് കുടിക്കുന്നതിന് പ്രശ്നം. ഇതിന്റെ പാല് കുടിക്കുന്നതിന് കുഴപ്പമില്ല. അല്ല നിനക്ക് ഇതിന്റെ പാല് കുടിക്കുന്നതിന് കുഴപ്പമില്ല. സാറേ 3-4 ഇത് നിന്ന് കുടിക്കും. അയ്യോ ഓ മൈ ഗോഡ്. എങ്ങനെയുണ്ട്? ചാടി 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 അടിപൊളി. പ്രസാദ് സാറേ ചാടി. പ്രസാദ് സാറേ ഒന്നും ചാടുന്നില്ല. ഓ
ഇതിന്റെ അകത്താണ് നമ്മൾ ചാടണ്ടേ. സ്മെല്ല് അല്ലേ? 4 ദിവസത്തെ സ്മെല്ല് നിലനിൽക്കുകയും ചെയ്യും. എത്ര? 4 ദിവസത്തേക്ക്. ഓ രക്ഷപ്പെട്ടു. അതിന്റെ അടിയിൽ അകത്തോലും ഉണ്ടാവോ സാറേ? ഒന്നുമില്ല. അല്ല ഇനി ചൊറിച്ചിലുണ്ടാവോ? ചൊറിച്ചിലുണ്ടാവോ? എന്റെ ചൊറിച്ചിലങ്ങ് മാറി അല്ലേ? ഓ ഗൈസ് സാറേ ഇവന് പെണ്ണ് കെട്ടാനായിട്ട് നല്ല കടിയാ. ഇപ്പൊ ആ കടി അങ്ങ് മാറി കെട്ടട്ടെ. പോടാ നാണോണ്ടോടാ. നീ അനിയനല്ല. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഞാനിതിന് കൂടുതൽ അല്ലേ? തൊട്ടിയോ? വർക്കൗട്ട് അല്ലേ സാറേ? സാറിന്റെ മാതൃക. നമ്മുടെയൊക്കെ കാരണന്മാര് ഇതിനകത്ത് ഇഞ്ചി മഴക്കാലമായി ഇഞ്ചി നട്ട് കഴിഞ്ഞാല് ഇത് തലയെ മുക്കി ഇഞ്ചിക്ക് കോരി വയ്ക്കും. ചാണകവെള്ളം കോരുകയാണ് അത്. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ടാണ് അവര് ചെയ്തത്. ഞാൻ പുതു തലമുറയെ പഠിപ്പിക്കാൻ എന്നെ പോലെയുള്ള ഒരു യൂട്യൂബർ വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതെ ധൈര്യത്തോടുകൂടി ഇതാ ഒറ്റടി മുന്നണിയിലേക്ക് 24 വയസ്സുകാരനായ ലിബിൻ തുള്ളിച്ചാടുന്നു. ഓ ഗൈസ് നോക്കിയേ, ഒറ്റപ്പോരാളിയായി ഇരുനിറമുള്ള കിളിയന്ത്രയുടെ അഭിമാനമായ ലിബിനിത എടുത്ത് ചാടുന്നു ചാണകത്തിലേക്ക്. കേരള ചരിത്രത്തിലെ ആദ്യമായുള്ള ഒരു ചലഞ്ചിങ്. നോക്കൂ, ഇതാ കാണൂ, നോക്കൂ, ഇരുനിറമുള്ള ലിബിൻ. ഇത് കിളിയന്ത്രയുടെ മുത്തുമണിയായ ലിബിൻ ഇതാ ചാടുന്നു. ഇതാ കേരള ചരിത്രത്തിലെ തന്നെ ഞാനൊരു വാള് വെച്ചു. ഓ മൈ ഗോഡ് ചാടി. ഓ ലിബിനെ, കേരള ചരിത്രത്തിലെ ആദ്യത്തെ അല്ലേ ശേഷം അല്ലേ യൂട്യൂബ് ചരിത്രത്തിലെ യൂട്യൂബ് ചരിത്രത്തിലെ ആദ്യത്തെ ചാണക ചവിട്ട്, അതും ലിബിന്റെ കയ്യപ്പോടുകൂടി. ഓ ഗൈസ് 2 വാള് വെച്ച് എങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നടുത്ത് വാള് വെച്ചു. എങ്ങനെ 2 മിനിറ്റ് നോക്കി. ഇനി അത് അടുത്ത ആൾക്കാർ ചെയ്ത് 2 മിനിറ്റ് കുറഞ്ഞു പോയെങ്കിലോ അല്ലേ? ഓ ഗൈസ് ഞങ്ങളുടെ ആദ്യത്തെ ചലഞ്ചിങ് വളരെ ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മുടെ ആദ്യത്തെ സക്സസ് ആയി. ഇതാണ് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കണം ഗൈസ്. ഇന്നലെ രാത്രി ഞങ്ങള് കിടന്നുറങ്ങാൻ നേരത്ത് ചിന്തിച്ചു, അതായത് ഒരു ആഗ്രഹം. എന്നാടാ ചിരിക്കുന്നേ തൊട്ടി? അല്ലേ തൊട്ടി നീ ചാടാ? എടാ ചാണക്കുഴി ചാടിയാൻ ഒന്നും ഇതുവരെ വിജയിക്കാതിരുന്നിട്ടില്ല. ലോകത്തിന്റെ എവിടെ എത്തും? നെടുനീർപ്പിലെത്തും അല്ലേ? അല്ലേ? അതുറപ്പാണല്ലോ എവിടെയെങ്കിലും എത്തുമെന്ന്. ഓ ഗൈസ് നോക്കിയേ, നമ്മുടെ ലിബിൻ അങ്ങനെ നിനക്ക് അഭിമാനിക്കാം അല്ലേ? ഇതിന് ടീറ്റ് എടുക്കാൻ വേണ്ട സാറേ? വേണ്ട. ആ ഗൈസ് നോക്കിയേ, മുറിവുണ്ടോ? അയ്യോ ചൊറിയുന്നേ. അടിയിന്നൊക്കെ എന്തൊക്കെയോ കടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ എന്തൊക്കെയോ കടിക്കുന്നുണ്ട്. ആണോ? ആ നല്ല ചൊറിച്ചിലാണ്. ചൊറിയുന്നുണ്ടോ? നല്ല ചൊറിച്ചിലാ. ചാണകുഴി ചാടിയവൻ. എടാ നീ ചരിത്രത്തിൽ നീ ആരാ? ചാണകുഴി ചാടിയവൻ അല്ലേ? ഓ ഗൈസ്, നീ ലോകത്തിലെ ഏറ്റവും ആദ്യം ചാണകുടി ചാടുന്ന യൂട്യൂബർ അല്ലേ? ഒഴിച്ചു കൊടുക്ക് സാറേ അവന്റെ തലയിൽ കൂടെ. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാമിൽ മാർക്കറ്റ് ഡിമാൻഡ് പോയി അല്ലേ? എത്ര വാള വെച്ചെന്നറിയാലോ ഇവനെ? ഞാൻ എത്ര വാള വെച്ചെന്നറിയാം. തലക്കല്ലേ വെച്ചേ? ഇനി ഇങ്ങനത്തെ കോപ്പത്തെ പരിപാടിയായിട്ട് നല്ല ചോർച്ചിനാ സാറേ, ആശുപത്രി കൊണ്ടോണേ. ഗായ്സ് അങ്ങനെ ലിബിന്റെ ചലഞ്ചിങ്ങിൽ ലിബിന്റെ കരുത്തും തെളിയിച്ച് ലിബിൻ എണീക്കുവാണ്. ഓ ഗായ്സ് ലിബിൻ എണീക്കും കേട്ടോ. ഓ ഗായ്സ് നോക്കിയേ, എണീക്കടാ. ഏതായാലും ഇത്രയും വന്നല്ലേ. ഇതാണ് ലിബിൻ. ഓ ഗായ്സ് നോക്കൂ, എണീക്ക് ഒരു കൈസ തൊട്ട് ഒരു കൈസ കൊടുക്കണം. തൊട്ട് കൈസ ഇല്ല ചെല്ലടാ. എടാ ഒരു കൂട്ടുകാരനെ നീ സഹായിക്കും. ഇവനെ നിൽക്കുക.
എന്റെ പൊന്നെ, ഇത്ര ആയിട്ടുള്ളൂ, വേറൊന്നും പറ്റിയിട്ടില്ല. മുമ്പ് പുറകെ ഒന്ന് പിടിച്ചോ. എന്റെ പൊന്നെ, തെറ്റപ്പായില്ലേ തട്ടപ്പാ. അല്ലേ? പശുവിന്റെ അകടി കിട്ടിയില്ലേലും എന്നാ ചാണകത്തെങ്കിലും പശുവിന്റെ ചാണാൻ പറ്റിയില്ല അല്ലേ? പശുവിന്റെ ഇങ്ങനെ പറയില്ല, ഒറ്റ പറയുള്ളൂ അല്ലേ? ഓ ഗൈസ് നോക്കിയേ, ലിവിൻ സെറ്റപ്പ് ആയിട്ടോ. ചാണക്കുഴിയിൽ ആരും ചാറില്ല കേട്ടോ. അതിനാ ഡാഡി നല്ല കടിയുണ്ട്. നല്ല കടിയാ? നിന്റെ കടി പറഞ്ഞില്ലേ? എന്റെ കടി പറഞ്ഞു. എടാ തൊട്ടി നീ ചിരിക്കല്ലേ? എടാ ചകിരി തൊട്ടി നീ ചിരിക്കരുത്. എടാ ക്യാമറ, എടാ ക്യാമറ ഫുള്ള് ചാണകമാടാ ലിബിയെ. അയ്യോ ഓ ഗൈസ്, ചാണകത്തിൽ ക്യാമറ കേട്ടോ. ഇതേ പോന്നു. എന്തിനല്ല കേട്ടോ, അന്യഗ്രഹ ജീവിനെ കാണാത്തൊരു കണ്ടോട്ടെ. അതെ പോന്നു അന്യഗ്രഹ ജീവി. ഇതേ പോന്നു. ഇതെന്നാ ഇങ്ങനെ പോന്നെ? ഓ ഗായ്സ്, ലിബിൻ ചെയ്തു, ഇനി ഞാൻ ചെയ്യും. എനിക്ക് 2ാം സ്ഥാനം മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബിന് ധൈര്യം പകരുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. നോക്കിയാ ഡെക്കാത്തലോന്റെ 2 ബനിയും പോയി. അവനെ പിരി കയറ്റിട്ട് അല്ലേ? അവന് ധൈര്യം, ഞാൻ ചെയ്താലും അവൻ ചെയ്യുള്ളൂ. പിന്നെ നീ കൈ പിടിച്ചോ. ചടം പോട്ടാ. ചടിക്കോ. നമ്മളെ അത് സത്യം പറഞ്ഞാൽ എന്നാ സംഭവം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ ചാണകക്കുഴി ചാടുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അങ്ങോട്ട് ഇറങ്ങി അങ്ങ് പോകണം. ഒരാള് താഴ്ചയുള്ളൂ. ആണോ? ചെരുപ്പ് കാലയുടെ കാലം നിൽക്കുന്നില്ല. ഗുരു കാണിച്ചു 2 പേരും കൂടെ ഒരുമിച്ച് അടിക്കോ സാറേ? സാറേ വാ. ചാണകവെള്ളത്തിൽ ചാണം ഞാൻ ഇപ്പൊ എനിക്ക് ഇഞ്ചി കാട്ടിട്ടുണ്ട്, അതിന് ഞാൻ ചാണകവെള്ളം കൊടുത്ത് ഞാൻ കൊടുക്കും. ഓ ഗായ്സ്, ഇത്രോ നേരം വരെ ലിബിൻ ചാടി. ഇനി ആര് ചാടും? ചാട്ടെ. അയ്യോ ചാടിയ എതിന്റെ എന്താ രുചി? എന്നെ ചാടി അയ്യോ ഇവിടെ ഇരുന്നിട്ടല്ല. അയ്യോ പ്രിയമുള്ള വീഡിയോ കാണുന്ന പ്രേക്ഷകരെ, തെറി വിളിക്കുമ്പോൾ ലൈനായിട്ട് വന്ന് തെറി വിളിക്കുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. നിനക്കോ? ഇരിക്കടാ, ഫോട്ടോ എടുക്കണ്ടേ? ഒരു വായിക്കൊരു കയ്പാട്ടോ. കയ്പും പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞുതരാം. ഒരു രുചിയില്ല. ലോകം കീഴടക്കിയാട്ടോ നമ്മൾ നിക്കണം അല്ലേ? ഇനിയിപ്പോ ഇതുകൊണ്ട് കുളിക്കുക എന്നുള്ള കേട്ടോ മെയിനായിട്ട്. നടക്കാൻ പറ്റുന്നില്ല, അതായത് എന്റെ സ്നേഹം. അതായത് നടക്കാൻ പറ്റുന്നില്ല. നല്ല മൂത്രത്തിന്റെ സുഖം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിൽ നല്ല പൊള്ളൽ പോലെ ഉണ്ട്. പിന്നെ നിനക്കെന്നെ ഫീലിങ് നല്ല ചൊറിച്ചിൽ, പിന്നെ കയ്പ്. ചൊറിച്ചിൽ ഇനിയും മാറിയില്ലേ? ചൊറിച്ചിൽ മാറാൻ പറ്റിയ പരിപാടി. അപ്പച്ചാ പോട്ടെ, കന്നാലി തൊഴുത്ത് തന്ന് സഹകരിച്ചതിനും കന്നാലിയെ തന്നതിനും പിന്നെ അല്ലേ? ഓ ഗൈസ്, അതായത് കന്നാലി തൊഴുത്ത് തന്ന് സഹകരിച്ചതിനും അതുപോലെ തന്നെ ചാണകം തന്ന് സഹകരിച്ചതിനും ഒരുപാട് സന്തോഷമുണ്ട്. തൊട്ടി നിന്റെ തൊട്ടിയുടെ മുഖത്ത് നോക്കി സാറേ, കണ്ണു നോക്കിയേ. തൊട്ടിയുടെ കണ്ണി പറഞ്ഞ ഞാൻ ചാടിപ്പല്ലേ? ചാടിപ്പഴല്ലേടാ? ഓ ഗൈസ്, നമ്മൾ നേരെ ഇനി പോവാട്ടോ. സാറിനെ കെട്ടിപ്പിടിക്കടാ സാറേ. സാറ് പറഞ്ഞു വേണ്ടാന്ന് കേട്ടോ. ഓ ഗൈസ്, ഇനി നമ്മൾ ഇവിടെ നേരെ പുഴയിലേക്ക് പോകണം. നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഇത് അല്ലേ? നീ എന്നെ ബേക്ക് മാത്രം പിടിക്കണം. എന്തിനും പോകുന്ന പോലെ ഉണ്ട് ഐസ്. നമ്മളെ ഇനിയിപ്പം പിന്നെ പുഴ എന്ന് പറയുന്നത് കുറച്ച് അപ്പുറം കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ചാണകത്തിൽ കുളിച്ച് നേരെ ഇനിയിപ്പം റോട്ടിൽ കൂടെ പുഴയിലേക്ക് പോകട്ടോ.
ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയാ ഒന്ന് ചെറുതായിട്ട് ചെളി വീണെന്ന് പറഞ്ഞാൽ മതി. അല്ലേ? ഗൈസ് നമ്മളിനി നേരെ ഈ കാണുന്ന വഴി കൂടി കേട്ടോ പോണേ. നോക്കിയേ ലിബിനെ നോക്കിയേ, ഇതെന്നാണ്? ഗൈസ് ആരും എന്തായാലും നമ്മുടെ അടുത്തടുക്കൂല കേട്ടോ. നോക്കിയേ വഴിയെ പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ നോക്കണം. നോക്കിയേ എത്ര പേർക്ക് സെൽഫിയും കൊടുക്കും, ഉമ്മയും കൊടുക്കും. അല്ലേ? ഇന്ന് ആരും വന്നാലും സെൽഫി ഉമ്മ മസ്റ്റായിട്ടും കൊടുത്തിരിക്കും കേട്ടോ. ഫ്രീ. ഓ ചാണകമൊക്കെ ഇളകി വീഴുന്ന നോക്കിയേ. ചാണകം ഇളകി വീഴുന്ന നോക്കിയേ. കാലൊക്കെ ഫുള്ള് പച്ച നിറയെ. ഉയ്യോ ഒരു കുത്തലുണ്ടല്ലോ ലിബിനെ. കഴിച്ചിനി ആശുപത്രി പോയി ടീറ്റ് എടുക്കണം. അത് എടുക്കേണ്ടി വരുമോ സാറേ? ചെറിയ മുറിവുണ്ട്. വേണ്ട, പ്രസാറിൻ്റെ കൈ മുറിഞ്ഞല്ലോ. അതിനെ പറ്റിയതാ കോഴി റെഡിയാക്കിയത്. കൈ പോയി. ഗൈസ് നോക്കിയേ ഉണ്ടോ ലിബിന് നോക്കിയേ ഏന്തി വലിഞ്ഞാട്ടോ പോകുന്നത്. ഇവൻ്റെ പേരാണിപ്പോൾ ഏന്തപ്പൻ. ഗൈസ് ഏന്തപ്പൻ ഏങ്ങി വലിഞ്ഞു പോവാട്ടോ. ഇവിടുന്ന് എന്തോ ദൂരം ഉണ്ട് സാറേ? ഇവിടുന്നൊരു അതിലൊക്കെ നമുക്ക് ഷോട്ട് ഇറങ്ങാണെങ്കിൽ പെട്ടെന്ന് എത്തിയാണ്. വഴിയൊക്കെ പോകുന്നതുകൊണ്ട് ഒരു 10 മിനിറ്റ്. ആണോ? അത്ര എടുക്കും? ഗൈസ് നമ്മൾ നേരെ നടന്നു പോവാ. സ്മെല്ലും ഈ തണുത്ത കാറ്റും ഇതിന്റെ അത്ര പേര് ഒരു സുഖം വേറെ ഒന്നുമില്ല അല്ലേ? ഇന്നലെ രാത്രിയിലേ കിടന്നുറങ്ങാൻ നേരത്ത് ചാണകത്തിൽ ചാടണം ഒരു പൂതി. അപ്പോൾ ഞാൻ ലിബിനോട് വിളിച്ചു ചോദിച്ചു, എടാ ലിബിന് നമുക്ക് ചാണകത്തിൽ ചാടാന്ന്. അപ്പോൾ അത് അമ്മ കേട്ടു ഭയങ്കര പ്രശ്നമായിരുന്നു. പോലീസുകാർ പോലും കൊണ്ടുപോകില്ല, നമ്മള് ഭയങ്കര ബാധ്യതയപ്പോ. അല്ലേ കേസ്? ഇപ്പം ഞങ്ങളെ പിടിച്ചാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ആർക്കും നമ്മളെ വേണ്ടായിരിക്കും അല്ലേ? നമ്മൾ നല്ല ബാധ്യതയായതുകൊണ്ട് കേട്ടോ. അല്ലേ കേസ്? നമ്മൾ അറിയാവുന്നവരൊക്കെ ചിരി കേട്ടോ. കാരണം ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ പൊട്ടന്മാരാണെന്ന് അവർക്കറിയാം. എന്ത് മണ്ടത്തരം കാണിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് പേടിക്കണ്ട. അല്ലേ സാറേ? സാറിൻ്റെ അഭിപ്രായം എന്നാ? തീർച്ചയായും ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ലോ, വർഷങ്ങളായില്ലേ അല്ലേ? ഗൈസ് നോക്കിയേ ഒരുത്തിന് ഒരു ഉടുപ്പില്ല നടന്നു പോകുന്ന നോക്കിയേ. ഇതന്നെ ലിബിന് ഇങ്ങനെയൊക്കെ നടന്നു പോകുന്നേ. ലിബിന് മൊത്തത്തിലൊരു മിനുസം കിട്ടിയെന്നൊക്കെയാ പറയണേ. ഇനി നിങ്ങൾ എവിടെയെങ്കിലും മീറ്റപ്പ് വെക്കുമ്പോൾ ഇങ്ങനെ വന്നാൽ മതി കേട്ടോ. അപ്പോൾ ആൾക്കാരൊരു അകലം പാലിക്കും. അല്ലേ? ചാണകത്തിൽ കുളിച്ചാ ഇത് ഇളകി വീഴും കേട്ടോ. ഇതുണ്ടോ? കണ്ടോ ഇളകി ചാണകം വീഴുന്നേ. നല്ല രസം കേട്ടോ. ആഹാ എന്തോ സുഖമെന്നറിയാവോ? ഓക്കെ ചേട്ടനൊക്കെ അന്തം വീട്ട് നോക്കാം കേട്ടോ. ഇനി ഈ വഴിയെ നേരെ നമ്മൾ പുഴയിലേക്ക് പോകട്ടോ. ഈ വീട്ടിലെ പയ്യനൊക്കെ എല്ലാവരും വിളിച്ച് കാണിക്കും കേട്ടോ. നോക്കി എല്ലാവരും പൂരം ചിരിയാ. ഇതെന്നാ സംഭവം എന്ന് ആലോചിച്ചു കേട്ടോ. നമ്മളിപ്പോഴും മറ്റേ എന്തിനും പോകുന്നല്ലേ പോകുന്നത്. ഇത് ഞങ്ങളൊന്ന് ചാണകക്കുഴി വീണ കേട്ടോ. ഈ ഒന്നും പറയണ്ട. ഇതിപ്പോൾ പുഴയിൽ പോയി കുളിക്കുക. ചാണകക്കുഴി വീണടാ പോയി. ആണോ? താങ്ക് യു. ഓ ഗൈസ് 2 സബ്സ്ക്രൈബേഴ്സ് ഹിയർ. ഗൈസ് നോക്കിയേ ഒരുത്തം പോകുന്ന നോക്കിയേ. ആട് വരെ നോക്കട്ടെ നോക്കിയേ. ഗൈസ് ആട് തല്ല തല്ലി കരയുക കേട്ടോ. കാരണം ലിബിൻ വെള്ളത്തിൽ അല്ല ചാണകത്തിൽ വീണതിൻ്റെ തൊട്ടി ഇതൊരു ആഘോഷമാക്കി എടുക്കണല്ലോ ലിബിനെ. നോക്കിയേ നോക്കിയേ. തൊട്ടിക്ക് ഭയങ്കര നമ്മളോട് സ്നേഹമാണ്. നമ്മൾ ഒരു ചോറ് തിന്നാൽ അവൻ തിന്നുള്ളൂ, നമ്മൾ ചായ കുടിച്ചാൽ അവൻ ചായ കുടിക്കുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ ചാണകത്തിൽ കിടന്ന് തൊട്ടിക്ക് ഭയങ്കര വിഷമാണ്. അപ്പൊ തൊട്ടി പറഞ്ഞ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ നല്ല കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ചകിരിത്തോട്ടി നിക്കടാ ഞങ്ങൾ അവിടെ നിന്നപ്പോ തെന്നിപ്പോയി. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ചാടിയതാ. ചേട്ടൻ അത്ര വിവരമില്ലാത്ത ആളല്ല കേട്ടോ, നല്ല വിവരമാണ്. ചേട്ടൻ ചോദിക്കും നിന്റെ ഏത് സൈഡിൽ നിന്നാ കുത്തുന്നത്. എടാ ചകിരിത്തൊട്ടി നീ മിണ്ടത് കേട്ടോ. തൊട്ടി കുളിക്കൂല പോലും. ഇനി ജീവിതത്തിന് ചാടൂലല്ലേ? തൊട്ടിക്കരുമ്പോ കേട്ടോ. സന്തോഷമായോ? ഇനി നീ കളിക്കരുത് അല്ലേ? ഓക്കെ തൊട്ടി ഇങ്ങനെ പൊക്ക കുത്തി നടന്ന കേട്ടോ. അല്ല തൊട്ടീനെ കുളിപ്പിച്ച് കേട്ടോ. ഇനി നീ മണമെന്ന് പറയല്ലേ? നോക്കിയാ എല്ലാ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി നോക്കുന്നുണ്ടോ? ഗൈസ് നോക്കിയേ. ഇത്ര നേരം ലിവിന് ഭയങ്കര സ്നേഹമാണ്. ലിവിനെ നിന്റെ പുറമൊന്ന് വെച്ചു കൊടുക്കാൻ ഓക്കെയാവും അല്ലേ? ഗൈസ് തകർത്തുട്ടോ. ഇനി ഇവിടുന്ന് ഏത് സാറേ പോഴാ? ഗൈസ് നോക്കൂ. ഗൈസ് ഈ കാണുന്ന ഇടവഴിയിലൂടെ കേട്ടോ നമ്മുടെ സഞ്ചാരം. ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളം കയറി ആകെ കുളമായി കിടക്കും കേട്ടോ. ഗൈസ് നോക്കിയേ നമ്മൾ പോകുന്ന വഴിയുണ്ട് എല്ലായിടത്തും വെള്ളം കയറി കിടക്കും കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ നല്ല ശക്തമായ മഴയാണ് അല്ലേ? ഗൈസ് അങ്ങനെ നമ്മൾ പുഴയിലെത്തി.
ഓക്കെ ഈ പുഴയിലാണ് കുടിക്കുന്നത്. ചേട്ടൻ്റെ പേരെന്നാ? പേരില്ല. ചേട്ടന് പേരില്ല എന്നുള്ളതാണ് ചേട്ടൻ്റെ പേര് അല്ലേ? ചേട്ടൻ്റെ പേരാണ് ബാബു. അല്ലേലും ബാബു ചേട്ടന്മാർ മൊത്തം ഇങ്ങനെയാണ്. നോക്കിയേ മൂക്കും കുത്തി ഇപ്പം താഴെ കിടന്നാണ് കേട്ടോ. ഓക്കെ ഞങ്ങളുടെ ഇവിടുത്തെ പുഴയൊക്കെ ഫുള്ള് കലുതുള്ളി കിടക്കും കേട്ടോ. ഓ അതിനപ്പുറം ഭയങ്കര ഒഴുക്കാ. അയ്യോ ചുഴിയാ ആണോ? ചുഴിയാ? എങ്ങനെ കുളിക്കും? ഓ ഗായ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ സർക്കസ് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ കുളിക്കണം അല്ലേ? ഓ ഗായ്സ് നമ്മൾ നേരെ കുളിക്കാം. ചുഴിയാ? വലിയ കുഴിയാ അവിടെ. ആണോ? അങ്ങനെ ഇനിയിപ്പം വല്ല ഊന്നിട്ട് കുളിച്ചാൽ പോവാ മണം. ചാണായിട്ട് വിളിച്ചേ ോപ്പാക്കണോ? ഈ ആഴ്ച പെണ്ണായിട്ട് നടക്കൂല. 27-ാം തീയതി കല്യാണം നടക്കൂല കേട്ടോ. 27-ാം തീയതി നടത്താന്ന് വിചാരിച്ചിരുന്ന മാറ്റി വെച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള വൃത്തികെട്ടവന്മാരുടെ കൂടുതലുള്ള എല്ലാ സഹവാസവും അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇനി കുളിച്ച് വൃത്തിയാകുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ആ കഷ്ടപ്പാട് പിടിച്ച പരിപാടി. മാത്രമേ ചോദിച്ചുള്ളൂ, തണുപ്പ് പറഞ്ഞ വെള്ളം തരുമെന്ന് അല്ലേ? അതിനെ ചായോ എന്നാണ് ആര് ചോദിച്ചാൽ തൊട്ടി. ഓ ഗൈസ് അപ്പോൾ സാറിൻ്റെ വീട്ടിലാണ്. ഓ ഗൈസ് അപ്പോൾ നമ്മുടെ ഒരാഗ്രഹം തീർന്നു. ഇങ്ങനെ ഇതുപോലുള്ള കുറേ ആഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിനോട് മല്ലടിക്കുന്ന പോലെയാണല്ലോ കുളിക്കുന്നത്. എന്തോ സാറെന്തോ തെറ്റ് ചെയ്ത പോലെ അല്ലേ സാറേ? സാറെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ കണ്ടോ അല്ലേ? ഓ ഗൈസ് അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.